ഹായ്. അപ്പോൾ ഇന്നൊരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കലത്തപ്പാണ് കേട്ടോ, അതായത് കുക്കറപ്പം. എൻ്റെ ഒരു ഫേവറേറ്റ് സ്നാക്കാണ്. ഇപ്പോൾ എൻ്റെ ഇഷ്ടം നോക്കി ഉണ്ടാക്കി തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കി തുടങ്ങിയതാണ് കേട്ടോ അതൊക്കെ. ആക്ച്വലി ഇന്നലെ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്, പെട്ടെന്ന് പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. അപ്പോൾ ഇതിനകത്തുള്ളത് ഒരു ഗ്ലാസ് പച്ചരി ഉണ്ട്, അതേ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളമുണ്ട്, പിന്നെ ഈ സ്പൂൺ അളവിൽ ഞാൻ തേങ്ങയും ചോറും ഇട്ടിട്ടുണ്ട്. ഒരു 2 ഏലക്കേൻ്റെ കുരുവും കുറച്ച് ജീരകവും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തു. ഈ കലത്തപ്പത്തിന് വെള്ളത്തിൻ്റെ കണക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അത് ശ്രദ്ധിക്കണേ. അടുത്തത് ശർക്കരപ്പാനിയാണ്. അതിന് വേണ്ടി ഞാൻ 250 ഗ്രാം ശർക്കര ആട്ടോ എടുത്തത്. ഇതൊരു ലൈറ്റ് ബ്രൗൺ ആണ്, എനിക്ക് കുറച്ചുകൂടി ഡാർക്ക് ആയതാണ് ഇഷ്ടം. ഈ പച്ചരി എടുത്ത അതേ ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ശർക്കര പാനിക്ക് എടുത്തത്. അതിൽ കൂടിയും കുറഞ്ഞൊന്നും പോകാണ്ട് നോക്കണം. ചൂടോടെ ശർക്കരപ്പാനി ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് മാവിലേക്ക് ഒഴിച്ച് അപ്പം തന്നെ മാവ് മിക്സ് ചെയ്യണം, ഒട്ടും ഡിലേ വരുത്തരുത്. കാരണം ആ ചൂട് ശർക്കരപ്പാനി അരിയുടെ കൂടെ ചേർന്നിട്ട് അരി വെന്ത് പോകാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇളക്കി നല്ലതായിട്ട് യോജിപ്പിച്ച് വെക്കുക. എന്നിട്ട് ഇത് നല്ല ചൂടാറിനേക്കാൾ മുന്നേ നമ്മുടെ അടുത്ത പ്രോസസ്സിലേക്ക് പോകണം. ഞാനിവിടെ അലൂമിനിയത്തിൻ്റെ കുക്കറാണ് എടുത്തേക്കുന്നത്, 5 ലിറ്റർ. കട്ടിയുള്ള ബേസുള്ള കുക്കർ എടുക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രൈങ് പാനോ ദോശച്ചട്ടി എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ, കാരണം അത് പെട്ടെന്ന് അടിയിൽ പിടിക്കും. കുക്കറിലേക്ക് ആദ്യം ഞാൻ നെയ്യ് ഒഴിച്ചു. അത് ചൂടായി വന്നപ്പോൾ 2 കൊച്ചുള്ളി അരിഞ്ഞതിട്ടു. ഇത് ആക്ച്വലി തേങ്ങാക്കൊത്തൂടെ ഇതിൻ്റെ കൂടെ ഇടണം. എൻ്റെ കയ്യിൽ അപ്പം അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. എന്നിട്ട് അതൊന്ന് ബ്രൗൺ ആയി വന്നപ്പോൾ അതിൽ കുറച്ചുകൂടി ഓയിലൂടെ ഒഴിച്ച് ഓയിൽ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. നമ്മുടെ മാവിനകത്തേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂട്ടി ഇളക്കിയിട്ടാണ് ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചത് കേട്ടോ. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് 1 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് സിമ്മിലോട്ട് മാറ്റി കുക്കർ അടച്ച് വെക്കുകയാണ് വേണ്ടത്. 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ കുക്കറിൻ്റെ മുകളിൽ നിന്ന് കുമ്പളകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ സ്റ്റൗ ഓഫാക്കി അവിടെ വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ തണിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ പോയി എടുത്താൽ മതി. വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല മഴയും കറണ്ടും പോയിട്ടോ. അപ്പോൾ ഞാൻ കുക്കർ തുറന്നപ്പോൾ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. ഞാൻ അത് സ്പൂൺ കൊണ്ട് ഒന്ന് സൈഡിൽ ഇളക്കി കൊടുത്തിട്ട് കൈ കൊണ്ട് തന്നെ എടുക്കാൻ കിട്ടും കേട്ടോ, ഭയങ്കര ഇളകി വരും വന്നപ്പോഴേക്ക്. ശേഷം ഞാൻ കുക്കറൊന്ന് ചരിച്ചു കൊടുത്തു. അപ്പോൾ ആ പ്ലേറ്റിനകത്തേക്ക് നമ്മുടെ സാധനം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ആക്രാന്തം കൊണ്ട് ഞാൻ അപ്പം തന്നെ ഒരു കഷ്ണം മുറിച്ച് കഴിച്ചു വിട്ടാ, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റും ആയിരുന്നു കേട്ടോ, നിങ്ങൾക്കത് കാണാൻ പറ്റും. പിന്നെ ഞാൻ മെല്ലെ പോയി ചായയൊക്കെ ഇട്ട് ചായക്ക് 2 പീസ് കുക്കറപ്പൊക്കെ എടുത്ത് കഴിച്ചു വിട്ടാ അങ്ങനെ. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ബൈ.